ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക്. നമ്മളിന്നലെ മൈസൂരാണ് രാത്രി ഉണ്ടായിരുന്നത്. നമ്മളെ റൂമിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ വഴിയാണ്, കാണുന്ന പോലെ നല്ല റോഡ്. മുമ്പോട്ട് കാണുമ്പോൾ നല്ല ഫിനിഷിങ്ങിൽ കിടക്കുന്ന റോഡാണ്, പക്ഷേങ്കിൽ ഭയങ്കര കുണ്ടും കുഴിയാണ് കേട്ടോ. പിന്നെ വലത്ത് സൈഡിൽ ഭയങ്കര കുഴിയും വലിയ കൊക്ക പോലത്തെ ഒരു സ്ഥലം. ഇടത് സൈഡിലാണെങ്കിൽ വലിയൊരു കുന്ന്, പാറ തന്നെയെന്ന് പറയാം. പിന്നെ വാഹനങ്ങളൊക്കെ വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നത് ഇതിൽ വേറൊരു വഴിയും കൂടി ഉണ്ടാവണം എന്നാണ്, അല്ലെങ്കിൽ ഇത്രയും വാഹനങ്ങൾ കുറവായിരിക്കില്ല. അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടാണ് ഗൂഗിളിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം. എനിക്ക് തോന്നുന്നത് കുറച്ചങ്ങ് ചെല്ലുമ്പോൾ വേറെ ഏതെങ്കിലും വഴിയിലേക്ക് നമ്മൾ എത്തുമെന്നാണ് തോന്നുന്നത്. നമ്മൾ ഗൂഗിൾ മാപ്പ് ചതിച്ചതാവാനാണ് സാധ്യത. ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത് നിന്ന് കയറാൻ പറ്റിയ വഴി കാണിച്ചെന്നായിരിക്കാം. എന്തായാലും നമുക്ക് മുമ്പോട്ട് പോയി നോക്കാം. നല്ല സ്ഥലമായിട്ടാണ് അതിൽ ഫോട്ടോസൊക്കെ കണ്ടത്. അതെ, ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് മൈസൂരിൻ്റെ ഏരിയൽ വ്യൂ പോയിൻ്റ് കാണിക്കുന്ന ഒരു സ്ഥലത്താണുള്ളത്, ഒരു വ്യൂ പോയിൻറ്റിലാണുള്ളത്. അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ആ വ്യൂ പോയിൻ്റൊക്കെ ഒന്ന് കാണാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പറ്റിയില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ എത്തിയപ്പോൾ കുറേ സമയമായി, വഴി കണ്ടുപിടിക്കാൻ കുറേ ബുദ്ധിമുട്ടി. അങ്ങനെ വൈൻഡപ്പ് ചെയ്യാൻ പറ്റിയില്ല. നിങ്ങളെല്ലാം ക്ഷമിക്കുക. ഇനി അങ്ങോട്ട് പോകെ എല്ലാം റെഡിയായി വരുന്നതാണ് വിചാരിക്കുന്നത് അല്ലേ? എന്ത് പറയുന്നു, എന്തൊക്കെയാണ്. ബാംഗ്ലൂരിലേക്കാണ് ഇനി അടുത്ത യാത്ര. നമ്മൾ ബാംഗ്ലൂരിലേക്ക് നേരെ ഇവിടെ നിന്ന് പോകുന്നു. ഇവിടെ കാണാനുള്ളതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ബാംഗ്ലൂരിലേക്ക് പോകുന്നു. അവിടെ നിന്ന് അടുത്ത സ്പോട്ടിലേക്ക് കയറാം. ഇവിടെ മൈസൂർ എന്തൊക്കെയാണ് കാണാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാവരും പോകുന്ന പാലസ് അങ്ങനത്തെ സ്ഥലങ്ങളൊന്നും നമ്മളങ്ങനെ പോകുന്നില്ല. നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ കണ്ട്, പിന്നെ ഇവിടുത്തെ എന്തെങ്കിലും ഗ്രാമങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ അതൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് അങ്ങോട്ടേക്ക് പോകാം അല്ലേ? എന്നാൽ പിന്നെ വിട്ടല്ലേ, അങ്ങനെ ആക്കാന്ന് നമ്മൾ പറയുന്നത്. നമ്മളാണെങ്കിൽ ഒന്നും പറയുന്നില്ല. പോകെ എല്ലാം റെഡിയാവുമെന്ന് വിചാരിച്ചുകൊണ്ട് ഫസ്റ്റ് വീഡിയോ അല്ല അങ്ങനെയൊക്കെ ഭയങ്കര നാണമാണ്. എനിക്ക് അതിലപ്പുറം നാണമാണ്. ഓക്കെ, എന്തായാലും നിങ്ങൾ ഈ വ്യൂ പോയിൻ്റൊക്കെ ഒന്ന് കണ്ടിട്ട് സെറ്റാക്കി നമുക്കെന്നാ പോവല്ലേ? നമ്മുടെ വണ്ടി അത് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ വ്യൂ പോയിൻ്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ അങ്ങനെ കയറി നിന്ന് എൻ്റെ അമ്മ താഴേക്ക് കാണുന്ന കാഴ്ച ഇതാണ്. ഇത് മാത്രമല്ല, അതിൻ്റെ അപ്പുറത്ത് നിന്നും വ്യൂ ഉണ്ട്. അത് അങ്ങോട്ടൊന്ന് പോയി. സ്ഥലത്തിൻ്റെ പേര് ബോർഡ് ഞാൻ കാണിച്ചു തരാം. പേരന്നേരം മനസ്സിലാവും. അവരൊക്കെ കർണാടകയിലാണല്ലോ എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടെ നിന്നൊക്കെ കാണാം. വേറെ എഴുതി വെച്ചിട്ടുണ്ട്. നോക്കണം, ഇപ്പോൾ കുറേ സാധനങ്ങൾ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇഷ്ടം കുറേ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ടൂറിസ്റ്റുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ബോർഡ്. ബസ്സിനോട് വെയിറ്റിംഗ് ആണ്. ദൂരല്ലേ അടിക്കടിക്ക് വെച്ചിട്ടുണ്ട്. താഴെ എന്തൊരു ഗ്രൗണ്ട് പോലത്തെ സ്ഥലം.
അതിൻ്റെ നടുക്കുമ്പോൾ വെള്ളമൊക്കെ നിൽക്കുന്നുണ്ട്, എന്തോ പൂള് പോലത്തെ സ്ഥലമൊക്കെ ഉണ്ട്. The building there with the white dome. നമ്മളൊരു വെള്ളച്ചാട്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതിലാണ് കൊണ്ടുപോകണമെന്നൊന്നും ഒരു പിടിയില്ല കേട്ടോ. കുറേ വീടുകളുടെ നടുവ് കൂടെ ഒക്കെ ഒരു വഴി. ഗ്രാമമാണോ എന്നാൽ ഗ്രാമമല്ല, ടൗണാണോ എന്നാൽ ടൗണല്ല, അങ്ങനത്തെ ഒരു സ്ഥലത്ത് കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് വിശക്കണോ. ഇവിടെ ആണെങ്കിൽ ഒരു കടയിൽ കാണുന്നില്ല. ഇതൊക്കെ നമുക്ക് അടിപൊളി സ്ഥലമല്ലേ. ഫുള്ള് നിരന്ന സ്ഥലം. ഇവിടേക്ക് എന്തൊക്കെയോ പരിപാടികളുണ്ട്. എന്തൊക്കെയോ പ്രൊജക്റ്റ് കേട്ടോ അതൊക്കെ. അങ്ങോട്ട് പോകുന്നതൊന്നും കാണുന്നില്ല. മൊത്തം റോഡൊക്കെ നാശമായി കിടക്കുകയാണ്. ഉപേക്ഷിക്കപ്പെട്ടതാണോ പണി നടന്നുകൊണ്ടിരിക്കുന്നതാണോ എന്നൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ എനിക്കൊന്നും മനസ്സിലാകുന്ന ഇത് എവിടെ എത്തി, എങ്ങോട്ടാണ് പോകണമെന്ന് എനിക്ക് മനസ്സിലാകുന്നു. സംഭവം 950 മീറ്റർ എന്നൊക്കെ കാണിക്കുന്നുണ്ട്, പക്ഷെ ഇത് പെട്ടുവാണ് തോന്നുന്നത്. അപ്പോൾ വെള്ളച്ചാട്ടം എന്നുള്ള മോഹം നമ്മൾ ഉപേക്ഷിച്ചിട്ട് തിരിച്ചു വരികയാണ്. അവിടെ ഒന്നുമില്ല ഗൈസ്. കൊണ്ടെത്തി നിർത്തിച്ചത് ഒരു വീടിൻ്റെ മുമ്പിലായിരുന്നു. ഇവിടെ ഒന്നും കിട്ടിയില്ല. ഇത് കൂടെ ഒരു സംഭവമൊക്കെ അടിപൊളി കിട്ടും. അത് ഒരു അമ്പലമൊക്കെ കണ്ടോ? അമ്പലമല്ലല്ലോ, ഒരു ആൽത്തറ. അടിപൊളി അടിപൊളി. നമ്മൾ ആ മോഹമൊക്കെ ഉപേക്ഷിച്ച് നമ്മൾ നേരെ പോവാണ്. നേരെ റോഡ് പിടിക്കട്ടെ, എന്തെങ്കിലും കഴിക്കണം, വിശക്കുന്നുണ്ട്. ഒരാളോട് വിശന്ന് തലകുത്തി ഇരിക്കുകയാണ് ഗൈസ്. മസാല ദോശയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, വരുമ്പോൾ എന്ത് ദോശയാണെന്ന് അറിയില്ല. രാവിലെ തൊട്ടിട്ട് ഫുള്ള് പിണക്കത്തിലാണ്. തിന്നാനൊന്നും കൊടുക്കുന്നില്ല എന്ന് പറയുന്നത്. അടുത്ത ട്രിപ്പിനൊക്കെ വരില്ല എന്നൊക്കെ പറയുന്നു. അങ്ങനെയാണോ? തിന്നാൻ മയത്തുന്നാലേ വരുള്ളൂ അല്ലേ? ലാഭായി എന്നൊക്കെ പറയുന്നുണ്ട്. മസാല ദോശ വന്നിട്ടുണ്ട്. അതിൻ്റെ സന്തോഷത്തിൽ ഫോട്ടോ എടുത്ത് അടിച്ചാലാണ്. വടണ്ട്, മസാല ദോശ ഉണ്ട്, ചട്നി ഉണ്ട്, സാമ്പാറുണ്ട്, എല്ലാം എടുക്കും. നമ്മൾ ബാംഗ്ലൂർ രക്ഷയാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭക്ഷണമൊക്കെ കഴിച്ചാൽ കണ്ടല്ലോ. അപ്പം ഇങ്ങനെ മുന്നോട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുമ്പിൽ നമ്മളെ ടൗണൊക്കെ കാണാം. നേരെ മുമ്പോട്ട് പോയി. ഈ ടൗണും ഈ ഹൈവേ ഒക്കെ ഒന്ന് ഒഴിഞ്ഞു കഴിഞ്ഞാലായിരിക്കും നമുക്ക് എന്തെങ്കിലും കാണാനുള്ള കാഴ്ചകളെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ. ഇവിടെ എല്ലാവരും ഭയങ്കര തിരക്കിലാണ്. എങ്ങോട്ടേക്കൊക്കെയോ നമ്മളെപ്പോലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒന്നും കാണാനില്ല കേസ്. വെറും റോഡും തരിച്ചും മാത്രം, പിന്നെ പരന്ന സ്ഥലങ്ങൾ മാത്രം, വേറെ ഒന്നുമില്ല. ആ മുമ്പിലൊരു ടൗൺ ഇങ്ങനെ കാണുന്നുണ്ട്. അത് കാണുകയാണെങ്കിൽ നല്ല ഭംഗിയാണ്. നേരത്തെ അവിടെ നോക്കിയപ്പോൾ കണ്ടു. നേരെ ക്യാമറ എടുത്തപ്പോഴത്തേക്ക് അത് കട്ടാൻ പറ്റും. ഇതൊക്കെ ശരിക്കും നമ്മൾ വന്ന വഴിയാണ്, റൂമിലേക്ക് പോയ വഴിയാണ്. നമ്മളെ റൂമിൻ്റെ പരിസരത്ത് തന്നെയാണ് ഇപ്പോഴും നമ്മളുണ്ടായിരുന്നത്. ഇവിടെ നിന്ന് ഒരു 10-14 കിലോമീറ്റർ അപ്പുറമാണ് നമ്മൾ താമസിച്ചല്ലേ. അതിൻ്റെ പേര് മറന്നുപോയി. അത് വലിയൊരു എലൈറ്റ്. അത് വലിയൊരു ടൗണൊന്നും ആയിരുന്നില്ല, ഒരു ചെറിയ ടൗണിൻ്റെ ഒരു ഭാഗമായിരുന്നു. അവിടെ ഇങ്ങനെ അധികം ആൾക്കാരെയൊന്നും കാണാനില്ല. പിന്നെ നമ്മളെ മലയാളികൾ നടത്തുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അവിടെ ഒരു സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ്. ഇപ്പോൾ പോകുന്നവിടം എന്താവുമെന്ന് നോക്കാം. നമുക്ക് പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ കാണാം എന്ന് വിചാരിക്കുന്നു. അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് സംഭവം കഴിച്ച് തീരുന്നില്ല. മറ്റേ നമ്മൾ വടയൊക്കെ പാർസലാക്കി എടുത്തിട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഒന്നും
കഴിച്ചു തരുന്നില്ല. ഒക്കെ കുറേ വാങ്ങി വെച്ചു എന്നല്ലാണ്ട് ഒന്നും കഴിക്കാൻ കഴിഞ്ഞു. എന്തായാലും നമുക്ക് മുമ്പോട്ടുള്ള കാഴ്ചകളിലേക്ക് പോവാം. ഞങ്ങൾ മാത്രം കണ്ട് ബോറടിച്ചാൽ പോയത്, നിങ്ങളും കൂടെ കുറച്ച് റോഡ് കാണും. ഇന്ന് എക്സിറ്റ് ഒന്നുമില്ല ഗൈസ്, നിങ്ങളും കുറച്ച് ബോറടിക്കും കേട്ടോ. തെങ്ങുന്തോപ്പൊക്കെ നോക്കി, ഇത് വണ്ടീൻ്റെ കുറേ പാർട്സുകൾ സൈഡിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. ടയറൊക്കെ പൊട്ടിയിട്ടാണ് കിടക്കുന്നത്. എന്തൊരു ഐറ്റംസ് മുമ്പേന്ന് പറഞ്ഞ് പറത്തിയിട്ടേ. ഇപ്പം അപ്പുറത്ത് എത്തുമ്പോൾ ടോളുണ്ട്. ടോളിൻ്റെ അവിടെ എത്തുമ്പോഴാണ് നല്ല രസമാണ്. നല്ലൊരു പൈസ ടോളും കടിക്കും. എൻ്റെ പൊന്നു, എന്തോ ഇത് ഇങ്ങനെ ആക്ഷനാണല്ലോ അല്ലേ? ബസ്സൊക്കെ പോകുന്നുണ്ടോ? അത് ഇലക്ട്രിക് ബസ്സാണ് പോയത്. ഇലക്ട്രിക് ബസ് അത്. നമ്മളെ മാറ്റം എന്താ ഇത് വരാത്ത, ഇലക്ട്രിക് ബസ്സൊന്നും വരാത്ത. അധികം ഇതേപോലത്തെ വണ്ടികളൊന്നും, ഇതൊക്കെ ലോങ് പോകുന്ന വണ്ടികളൊന്നും കണ്ടിട്ട്. അത് കരിമ്പും തോട്ടം സൈഡ്. എണ്ണ അടിച്ചു വെച്ചത് നന്നായി കേട്ടോ. ഏയ്, ഇന്നത്തെ കലാപരിപാടി തുടങ്ങി. കാറ് കാറൊന്ന് ലൈൻ 1 എന്ന് പറഞ്ഞേ. ഒന്നാമത്തെ ഇത് കൂടെ പോവാ, 10 രൂപ കൊടുത്താൽ മതി. അയ്യോ, അത് കടവാണ്. തേഞ്ഞു ഗൈസ്, കയറിയ ലൈൻ മാറി. അപ്പുറത്ത് ആളില്ലേ, തിരക്ക് കുറവേ, അതിന് പോയാൽ മതി. വെൽക്കം ടു ടോൾ പ്ലാസ. 160 രൂപ കൊടുത്തിട്ട് റീചാർജ് ചെയ്തില്ലെങ്കിൽ നമുക്ക് പോകാൻ കഴിയുമായിരുന്നു. ഇത് പെട്ടെന്ന് പരിപാടികൾ നടക്കും. എന്താ വെച്ചാൽ നമ്മളത് പെട്ടെന്ന് അടിക്കേ. കംപ്ലീറ്റ് ലേഡീസാണല്ലോ. അല്ല, ഞാൻ പറയാം, സാധാരണ നമ്മളവിടെ കണ്ടില്ലേ ഹിന്ദിക്കാർ വന്നിട്ട് അങ്ങനെ മാണ്ഡ്യ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നല്ല തിരക്കാണ്. അലങ്ങും വിലങ്ങും വണ്ടികൾ, ഒരു രക്ഷയില്ല. എല്ലാവരും ഒരേ പൊട്ടിക്കണം. ഒരു സ്ഥലത്ത് ഇപ്പം ചങ്ങായി പടായ എന്തോ പരിപാടി നടന്നുകൊണ്ടിരിക്കുക.
ശ്രദ്ധയില്ലാത്ത ഡ്രൈവിംഗ് അലക്ഷ്യമായിട്ടാണ് പോകുന്നത്. ഓട്ടോറിക്ഷയിലൊക്കെ കൊണ്ടുവന്ന സാധനങ്ങളാണ് അത് രണ്ട് സൈഡിലേക്കും കമ്പിയൊക്കെ നീണ്ടിങ്ങനെ നിന്നിട്ട് അങ്ങനെ കൊണ്ടുപോകും. പോലീസുകാർ കൈ നീട്ടിയിട്ട് വരെ ബൈക്കുകാർ ഹെൽമെറ്റ് ഇല്ലാത്തവരെ ഓർത്ത് നിർത്തും. അമ്മമാരി അലക്ഷ്യമായിട്ടും ശ്രദ്ധയിലൊക്കെ പോലീസിനൊന്നും ഇവിടെ ഇവിടുത്തുകാർക്കൊരു വിലയില്ലാതെ നമ്മളവിടുത്തെ പോലെ വീട്ടിലേക്ക് ചെല്ലണം അപ്പോഴാണ് അമ്മമാരെ സെറ്റ് ആവുന്നത്. അതേപോലത്തെ നിയമങ്ങളൊക്കെ ചുമ്മാ നമുക്ക് തന്നെ പേടിയായി ഇത്രയും പെട്ടെന്ന് ടൗണെന്ന് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ഒരു പണി കിട്ടി കാശ് ഒരു വൺ വേയിൽ അറിയാണ്ട് കയറിപ്പോയി. പ്രശ്നമൊന്നും ഉണ്ടായില്ല, നൈസായിട്ട് എസ്കേപ്പായി. ആരും കണ്ടില്ല. പകുതി മുക്കാൽ പിന്നെ എക്സിറ്റ് ആവാനായപ്പോഴത്തേക്ക് നമ്മൾ അപ്പോഴാണ് നമ്മളെ മുമ്പിൽ വണ്ടികൾ വേറെ ഉണ്ടായിരുന്നു. പക്ഷെ അത് അവിടത്തേറെ വണ്ടിയായിരുന്നു. അവിടെ എത്തിയപ്പോൾ വേറെ വേറെ റോഡുകളിലേക്ക് അവർ തിരിഞ്ഞു. പിന്നെ നമ്മൾ നോക്കുമ്പോൾ എക്സിറ്റ് കിട്ടിയില്ലേ. പിന്നെ യു ടേൺ എടുത്ത് വരേണ്ടി വന്നു. അങ്ങനെ ഈ ഹൈവേ കിട്ടി. അടിപൊളി. ആ നോട്ടം എനിക്ക് ഇഷ്ടപ്പെട്ടു. പേടിപ്പിക്കാണ് കേസ്. എനിക്കില്ലേ മൈസൂർ പാക്ക് വാങ്ങിത്തരാൻ പറഞ്ഞിട്ട് വാങ്ങി തന്നിട്ടില്ല. കുറെ നേരമായി മൈസൂർ എത്തുന്നേ ഉള്ളൂ ഗൈസ്. മൈസൂർ എത്തിയ ഉടനെ ഞാൻ മൈസൂർ പാക്ക് വാങ്ങിക്കൊടുക്കും. ഇതിൽ തീരുമാനമാക്കുന്നതായിരിക്കും. മൈസൂർ പാക്കിൻ്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനമാക്കും. ഞാനൊരു തീരുമാനം അതെന്താന്നേ കുറച്ച് ബാക്കോട്ട് ഒരു ക്യാമറ അല്ലാണ്ട് നിനക്ക് സൈഡ് മാത്രം ഉണ്ടാവും. എന്ത് തീരുമാനം നീ പറ്റിക്കരുന്ന് പറഞ്ഞപ്പോൾ പറ്റിക്കരുത്. കുറച്ചും കൂടി തിരിച്ചു എന്നെ കാണണമെങ്കിൽ പുകയുന്നില്ല, തന്നെ നിറച്ച് പുകയുന്നില്ല. ഇവിടെ നിന്ന് ഓരോ കൊമ്പടിച്ചോണ്ട് പോയാൽ അടി എവിടെ നിന്നാണ് വരുന്നത് മനസ്സിലാവും. അതിമനോഹരമായ ഒരു മലയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്ക് അവിടെ നോക്ക്, ഈ സൈഡൊക്കെ നോക്ക്. ആ കുടിച്ചിട്ടോ അമ്പോ അതിൻ്റെ മണ്ടയിൽ വേറെന്തോ സാധനമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് അടിപൊളിയായിട്ടോ. ഈ വണ്ടികളെ അവിടേക്ക് നോക്ക്. അതൊക്കെ ട്രക്കിങ്ങിനൊക്കെ പറ്റുന്ന മലയാണെന്ന് തോന്നുന്നു. അതൊക്കെ അടിപൊളിയായിട്ട് ആ റോഡിൻ്റെ സൈഡ് കണ്ടപ്പോൾ പാർത്ത് കയറിയ പോലെ വെട്ടി തുറന്നത് അടിപൊളിയാക്കി വെച്ചിട്ട് എന്താ സെറ്റപ്പ്. കൈക്കൊക്കെ വേദന എടുക്കുന്നുണ്ട് ഗായ്സ്. കുറച്ച് റെസ്റ്റ് എടുത്തില്ലെങ്കിൽ പണി പാടും. പക്ഷേ റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലമൊന്നും കാണുന്നില്ല. ഇതൊക്കെ നോക്കി അടിപൊളിയായില്ലേ. എല്ലായിടത്തും പണികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ആ കുന്നിൻ്റെ മേലെയൊക്കെ പണികളൊക്കെ നടക്കുന്നുണ്ട്. അതിലൊന്നും പേടി, അത് വെറും വേലി മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് അടിപൊളിയാണ്. ഇത് ഒരു വണ്ടി തന്നെയാണോ പോകുന്നത് അതോ പല പല വണ്ടികൾ നമ്മൾ ഓവർടേക്ക് ചെയ്യുന്നത്? പക്ഷെ നമ്മളിതിനെ പാസ് ചെയ്യുന്നില്ലല്ലോ. വേറെ എവിടെ നിന്ന് ഇപ്പോൾ കയറുക? ഈ വണ്ടി കുറേ നേരം ഓവർടേക്ക് ചെയ്യുന്നത് ഇത് തന്നെയാണോ? ഇതേപോലത്തെ വേറെ വണ്ടികളായിരിക്കും അല്ലേ? ഇതേപോലത്തെ കുറേ വണ്ടി ഉണ്ടാവും. ഇപ്പം 3-4 പ്രാവശ്യം ഇപ്പം പാസ് ചെയ്ത് പോകും. സെയിം വണ്ടി ആയിരിക്കില്ല, ഒരേ പോലത്തെ വേറെ വണ്ടിയാണ്. നമ്മൾ ദിക്കാർ സിനിമ വേണ്ടത്. ദിക്കാർ എന്ന് പറഞ്ഞിട്ട് ജയറാമിൻ്റെ സിനിമയല്ലേ, നല്ല ഇഷ്ടമുള്ള സിനിമയാണ്. പെട്രോള് തീർന്നു സാറേ, എന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. മച്ചന്മാരൊരു കിട്ടില്ല കാഴ്ച എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതെന്താ പറയുക, അടിപൊളി.
എൻ്റെ പൊന്നോ, വലിയൊരു മല. അത് കാണാൻ അമ്മമാര് ബ്യൂട്ടി ആയിട്ട് നിൽക്കുന്നത്. ബ്യൂട്ടി ആൻഡ് ട്യൂട്ടി. ഇപ്പം നമ്മൾ പോകുന്ന വഴി മൊത്തം ചുറ്റും മലകളാണ്, കുന്നുകൾ, പാറക്കുന്നുകൾ. അപ്പുറത്തെ സൈഡിൽ പാറക്കുന്ന്, ഈ പാറേൻ്റെ മേലെ നിൽക്കുന്നത് അടിപൊളി. ഇവിടെ മണ്ടയിലൊന്നും ടൂറിസ്റ്റുകൾ കയറുന്നില്ല എന്തോ. പക്ഷേ ഈ മുട്ടം വെയിലത്ത് ആരും കയറൂലായിരിക്കും അല്ലേ? പിന്നെ ഈ വെയിലത്തൊക്കെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യം ഉണ്ടാവില്ല, കയ്യും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പിന്നെ ചോദിക്കും മഴയത്താണ് കയറാൻ പറ്റും. എനിക്കറിയില്ല, എനിക്കങ്ങനെ പറയാൻ തോന്നി, അന്നേരം അങ്ങനെ പറയാം. ഫ്രണ്ടിലേക്ക് വന്നേ, കൈ കരികില്ല, നേരെ ഉപയോഗിക്കും. ഇത് അടുത്ത മല, നമ്മൾ ആ കണ്ട മലയല്ല അതില്ലേ, അത് വേറെ മലയല്ലേ? അത് വേറെ, ഇത് വേറെ. അമ്മു പുള്ളി അൽപ്പള്ളി മലകൾ. അത് നേരെ ഫ്രണ്ടിൽ വേറൊരു മല. അതാ അങ്ങോട്ട് അത് മതി. ഇത് റോഡ് ഉണ്ടാക്കിയത് ഫുൾ പാറയൊക്കെ പൊട്ടിച്ചേട്ടോ. ഇതൊക്കെ ജോയിൻ്റ് ആയിരുന്നു, എല്ലാം പൊട്ടിച്ചിട്ടുണ്ടാക്കിയ റോഡാണ്. കിട്ടില്ല. ഫുള്ള് മൗണ്ടൻസ്, ഫുള്ള് പാറകൾ മാത്രം. വേറൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗിയർ മാറിയിട്ടേ ഇല്ല. അതാണ് ഏറ്റവും വലിയ എനിക്കൊരു പ്രത്യേകത. ഏറ്റവും ഒരേ ബുക്ക്. അതൊക്കെ അലക്കിയില്ലേ? നിങ്ങൾക്ക് കൈ വേദനെടുക്കുന്നുണ്ടാവുന്ന മിണ്ടാത്ത, കൈ വേദനെടുക്കുന്നുണ്ട്, സംസാരിക്കാൻ വരെ പറ്റുന്നില്ല. പക്ഷെ നിങ്ങളിത് കാണിച്ചു തരാണ്ടിരിക്കാനും തോന്നിയില്ല, അതുകൊണ്ടാണ് എടുത്തത്. ഇതെന്താ റോഡിൻ്റെ ചുറ്റും ആ പോലെ വരച്ച് വെച്ചേക്കുന്നത്? വേറെന്തോ പരിപാടി. എന്നാൽ കുറച്ചു നേരം ഒന്ന് ഓഫാക്കിയോ? വേണ്ട, അവിടെയും കൂടെ, അവിടെ നോക്ക്. ആ തെങ്ങിന്തോപ്പിൻ്റെ മേലെ കൂടെ അതാ വേറെ പാറ. ഇത് ഫുള്ള് പാറകളാണല്ലോ. ഇതൊക്കെ ഒറ്റ പാറയാണോ അതോ വേറെ വേറെ പാറയാണോ? അല്ലടി, ഇത് ജോയിൻ്റ് ആണോ ഞാൻ ചോദിക്കണം. സ്ഥലത്തിൻ്റെ പേരെന്താ? ഇവിടെയൊക്കെ ട്രെക്കിംഗ് ഒക്കെ ഉണ്ടാവുമായിരിക്കും അല്ലേ? മല കയറാനൊക്കെ ഉണ്ടായിരിക്കും. അപ്പുറത്തൂടെ ഏതിലെങ്കിലും ആയിരിക്കും, ഇതിൽ കൂടെ ഒന്നും കയറില്ല. എനിക്ക് വേറെ വഴി മേലെ കാണുന്നില്ല, മനുഷ്യന്മാരൊന്നും കാണുന്നില്ല ഒരു ഇടയ്ക്ക്. പക്ഷെ വേറൊരു പ്രത്യേകത ഉണ്ടോ? ആ മലേൻ്റെ മേലെയൊക്കെ എന്തുണ്ട്? ഓരോ മരങ്ങളുണ്ട്, ഓരോ സ്ഥലത്തും മരങ്ങളുണ്ട് അല്ലേ? വെറും പാറ മാത്രമല്ല, മരങ്ങളും ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ. അതാണ് അതിൻ്റെ പ്രത്യേകത. ഒരു റോഡ് മൊത്തമായിട്ട് നമുക്ക് തന്നേക്കാം, വേറെ വണ്ടികളൊന്നും ഇല്ല കേട്ടോ. ആ മുമ്പ് പോകുന്ന സ്കൂട്ടറുകാരനുണ്ട്, കുറേ കിലോമീറ്റർ കണക്കിനായിട്ട് ഇങ്ങനെ പോകുന്നു. നമുക്ക് സ്വന്തമായിട്ട് എഴുതി തന്ന റോഡ്. ഏതോ ഒരു ടൗണിനോട് എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ചുറ്റും അമ്പലരൂപകളൊക്കെ കണ്ടു തുടങ്ങിയിട്ട് കുറേ സംഭവങ്ങളൊക്കെ കാണാം. റോഡ് കിച്ചനാണ് എന്തായാലും. നമ്മൾ മാത്രമേ ഉള്ളൂ. കുറേ നേരമായിട്ട് ഇതാണ് സ്ഥിതി, ഒരു മനുഷ്യനില്ല. ആ മുമ്പ് പോകുന്ന സ്കൂട്ടർ ചേട്ടനും കുറേ നേരമായിട്ട് നമ്മൾ മുമ്പിലുണ്ട്. നമ്മൾ രണ്ട് വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, വേറെ ആരും കാണാനില്ല. അപ്പുറത്തെ ട്രാക്കിൽ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, അങ്ങോട്ടേക്കൊന്നും ഇല്ല. എന്താണ് സംഭവം എന്നൊന്നും അറിയില്ല. ഇവിടെയൊക്കെ ഫ്ലാറ്റുകളും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആ ഫ്രണ്ടിൽ കണ്ടോ, ഫ്രണ്ടിൽ ഒരു പള്ളി ഉണ്ടല്ലോ, ഒരു മിനാരം കണ്ടോ. ഇഷ്ടംപോലെ ബിൽഡിങ്ങുകൾ പൊത്തി വന്ന് തുടങ്ങിയിരിക്കുന്നു. ചാട്ടാണ് സഹിക്കുന്നത്, പട്ടപ്പട്ടേന്ന് പറഞ്ഞിട്ട്. പിന്നെ നമുക്ക് ഏകദേശം ഒരു 10-26 കിലോമീറ്ററും കൂടി ഇനിയും പോകാനുണ്ട്. നമ്മൾ വളരെ പതുക്കെ പോകുന്നതുകൊണ്ട് ഇപ്പം തന്നെ 4 മണിക്കൂർ 5 മണിക്കൂറൊക്കെ ആയി. 2 മണിക്കൂറും 50 മിനിറ്റും എങ്ങാണ്ടാണ് നമ്മൾ മൈസൂരിൽ നിന്ന് എടുത്തപ്പോൾ കാണിച്ചത്. ഇത് പതുക്കെ പോകുന്നതുകൊണ്ട് കുറേ ടൈം എടുക്കും.
അച്ഛന്മാരെ അപ്പോൾ നമ്മളിങ്ങനെ നമ്മളെ റൂം അന്വേഷിച്ച് ഇങ്ങനെ നടക്കുകയാണ്. നമ്മൾ ബുക്ക് ചെയ്ത റൂം അന്വേഷിച്ച് നമ്മളിങ്ങനെ നടക്കുകയാണ്. ബാംഗ്ലൂർ എത്തിയിട്ട് വട്ടം ചുറ്റലോ വട്ടം ചുറ്റൽ തന്നെ. ഗൂഗിൾ മാപ്പ് കൊണ്ടുപോകുന്ന വഴിക്കൊക്കെ നമ്മൾ പോകുന്നുണ്ട്. ഇനിയിപ്പോൾ റൂമിലെത്തിയിട്ട് വേണം വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.